ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ട് സ്ഥലത്താണ് പോകുന്നത്. ഒന്ന് കാറ്റാടിക്കടവ്, രണ്ട് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. തൊടുപുഴയിലാണിത് രണ്ടും. ഞങ്ങൾ രാവിലെ ഒരു 4 കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 10-30-40 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പം നോബിൾ ജസൺ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത്. അപ്പം മക്കളെ പേരൊക്കെ പറ. വിനോയ്, അഖിൽ, എടപ്പള്ളി, പേരൊക്കെ പറഞ്ഞു. സുരേജ് കൊല്ലം. അപ്പം നമ്മൾ ഒരു 9 പേരല്ലേ? ഞങ്ങൾ 9 പേരോടാണ് ഇന്നിങ്ങനത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാറ്റാടിക്കടവ്, ആനചാടിക്കുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 30-40 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ സ്ഥലം മൂവാറ്റുപുഴ. ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്. ഇടയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് നിർത്തി. പ്രഭാതത്തിലെ ഇങ്ങനെ കളകള ശബ്ദങ്ങൾ, കിളികളുടെയൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മളീ പോകുന്ന റൂട്ട് വണ്ണപ്പുറം കയറിയാണ് പോകുന്നത്. വണ്ണപ്പുറത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ണപ്പുറത്തു നിന്ന് നേരെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് നമ്മളീ പറഞ്ഞ കാറ്റാടിക്കടവിലേക്കുള്ള ആ സ്റ്റോപ്പ്. അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലത്ത് നല്ല അടിപൊളി വ്യൂ ഉണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്. ഇതിൻ്റെ പേര് വെൺമണി വ്യൂ പോയിന്റ് എന്നാണ്. അപ്പം ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല കയറ്റം കയറിയാണ് വരുന്നത്. അപ്പം ഇവിടെ ചെറിയൊരു കടയും വെള്ളമൊക്കെ മേടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എല്ലാ റൈഡേഴ്സും ഇവിടെ ഒന്ന് ചെറിയ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കാഴ്ചകളാണ്, നല്ല വ്യൂ ആണ്. നല്ല കോട കെട്ടിക്കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ്, നല്ല ചെറിയ കാറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടെ ചെറുതായിട്ടൊന്ന് നിർത്തി, ചെറിയൊരു കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് നിർത്തി.
കാറ്റാടിക്കലോട്ട് പോകുന്നതിൻ്റെ ഒരു മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കയറി പോകണം, നടന്നു പോകണം. ഇവിടുന്ന് നല്ല കയറ്റമുണ്ട്, കയറ്റം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ നടന്ന് എനിക്ക് തോന്നുന്നൊരു 3-4 കിലോമീറ്റർ നടന്ന് കയറാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. നല്ല കയറ്റമാണ്. അപ്പോൾ ആ നിരപ്പ് റോഡൊക്കെ മാറി ഇപ്പം കുറച്ച് കല്ല് പാകിയ പോലായി. അങ്ങനത്തെ പാതയാണ് ഇനിയിപ്പം. നല്ല വ്യൂ ഉണ്ട് കാണാൻ. തനി ഓഫ് റോഡ് മോഡലാണ് ഇപ്പം വഴി കണ്ടിട്ട്. നല്ലപോലെ അണപ്പ് വരുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ നല്ല നിരപ്പുള്ള വഴികളും കാണാം. ഒരു സൈഡ് ഇടത്ത് വശം നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂവും വലത്ത് വശം നല്ല കാടുമാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ തെന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുകളിലെ ആ വ്യൂ തേടിയുള്ള യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോൾ ഇവിടെ കണ്ടോ ഒരു പഴുതൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊരു കടയായിരുന്നു നേരത്തെ, സൈച്ചേട്ടൻ്റെ കട. ഇവിടെ നമുക്കിപ്പം വെള്ളമൊക്കെ കിട്ടും, വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 വഴിയുണ്ട്. പണ്ട് മറ്റേ നല്ല വഴിയായിരുന്നു ഈ വലത്തോട്ടുള്ളത്. അതിപ്പോൾ കാട് കയറി, അതുകൊണ്ട് ഇപ്പോൾ ആർക്കും തെറ്റിപ്പോകത്തില്ല. ആദ്യമൊക്കെ വരുന്നവർക്ക് ഇതിലേ കയറി ഇങ്ങ് പോകും. ശരിക്കും പോകേണ്ടത് നമുക്ക് ഈ ഇടത്ത് വഴിയാണ്. നേരത്തെ മല കയറിയവരൊക്കെ ഇപ്പം പതുക്കെ ഇറങ്ങിത്തുടങ്ങി. നമ്മളെക്കാലം മുന്നേ വന്നവരാണ് അവരൊക്കെ. കാഴ്ച കണ്ട് സംതൃപ്തിയോടെ അവരൊക്കെ മടങ്ങുന്നു. 2 സൈഡും നീണ്ട പുല്ലുകൾക്കിടയിൽ കൂടെ ഉള്ള യാത്രയാണ്. ഇടയ്ക്ക് കല്ലുണ്ട്, കയറി പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അവിടെ ഇവിടെ ഒത്തിരി കിടക്കുന്നുണ്ട്, വേസ്റ്റ് ഇടുന്നത്. ഇതൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാക്സിമം നമ്മുടെ കയ്യിൽ ഓരോ കുപ്പികൾ, ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കുപ്പികളും ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പം ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. ഇടയ്ക്ക് ഇങ്ങനെ മനോഹരമായ കാട്ടു ചെടികളുണ്ട്. ചെടികളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞെന്നാണല്ലോ, അതുപോലെ ആയിരിക്കാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി ചെന്നുള്ള വ്യൂ മനോഹരം തന്നെ ആയിരിക്കും. ഏകദേശം അടുക്കാറായിട്ടുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലൊക്കെ ഉളുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ നടക്കുക. നമ്മളിപ്പോൾ നമ്മുടെ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നു. ഇതാണ് ആ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിന്റെ ആദ്യത്തെ ഭാഗം, ആദ്യത്തെ മല. ആളുകളെല്ലാം ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കുന്നത് ഭംഗിയാണ്. നല്ല കോട കയറി നിൽക്കുകയാണ്. ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട് സമയം. എന്നാലും ഒട്ടും വെയിലില്ല, നല്ല കോടയാണ്. ആവശ്യത്തിന് തണുപ്പുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നു. ഇപ്പം നമുക്ക് അടുത്ത് പോകേണ്ടത് അപ്പുറത്തെ ആ ഒരു മലയാണ്. അവിടെ നല്ല കാഴ്ചകളാണ്. നല്ല വ്യൂ ആണ്, നല്ല കിടുക്കൻ വ്യൂ. ഇത്രയും കയറിയ ആ എല്ലാ മടുപ്പും നമുക്ക് കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൊണ്ട് തൃപ്തി വരും. ആളുകളൊക്കെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു, അപ്പുറത്തെ സൈഡിലോട്ട്.
വീണ്ടും നമുക്ക് ചെറിയൊരു ഇറക്കമുണ്ട്. ഇങ്ങനെ ഇറങ്ങി ചെന്ന് വേണം നമുക്ക് അടുത്ത മലഭാഗത്തോട്ട് കയറാൻ വേണ്ടി. അത് ഈ വഴിയാണ് പോകേണ്ടത്. തനിയൊരു കാടിൻ്റെ ഭംഗി തന്നെയാണ്. ഇവിടെ എല്ലാം ഇതുപോലെ കാട്ടുചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ അടുത്ത മലയിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ക്ഷീണിതരായി. ഇനിയിപ്പം റെസ്റ്റ് എടുക്കണം. കയ്യിൽ വെള്ളവും ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ വരുന്ന വഴിക്ക് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഈ കാഴ്ചകൾ കണ്ടോ, എന്താ ഭംഗി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും കൂടെ. ആ വന്ന് കയറിയ ക്ഷീണം തീർക്കണമല്ലോ. ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകാൻ എനർജി വേണം. അതുകൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാമെന്ന് വെച്ചു. കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ മടങ്ങിപ്പോകണം. അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് പ്രോട്ടോകോൾസ് കാരണം ആനചാടിക്കുത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, നീന്താനൊന്നും പറ്റിയില്ല. ഒരു പ്രതീക്ഷയോടായിരുന്നു പോയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 2-3 ഫോട്ടോസ് എടുത്ത് ഇങ്ങ് പോരേണ്ട വന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണും വരെയും ഗുഡ് ബൈ.